Really? Yeah. Ada sugar. സന്തോഷത്തില പറയുന്നത്. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറേ കാലത്തിന് ശേഷം ഞാൻ പിന്നെ ഒരു വ്ളോഗ് ഇടാണ്. കുറേ ആയി, 5 മാസത്തോളമായി ഞാൻ ലോങ് വീഡിയോസ് ഇട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ഷോർട്ട് വീഡിയോസ് ഇടാറുണ്ടായിരുന്നു. അങ്ങനെ ഇത് പെരുന്നാളിൻ്റെ തലേ ദിവസമാണ്. ഇപ്പോൾ പെരുന്നാളിൻ്റെ തലേ ദിവസം ഫസ്റ്റ് തന്നെ നമ്മൾ ഒരു അപ്പോയിൻമെൻ്റ് ഉണ്ടായിരുന്നു ആസ്റ്റർ ഹോസ്പിറ്റലിൽ. അപ്പോൾ അവിടേക്കാണ് നേരെ പോയത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. 3 o'clock ഒക്കെ ആയിട്ടുണ്ടായിരുന്നു ലഞ്ച് കഴിക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്ക്. അപ്പോഴത്തേക്ക് ഒരുവിധം ഫുഡൊക്കെ അവിടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും നമ്മൾ മീൽസൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് നേരെ മാർക്കറ്റിലേക്ക് വിട്ടു, വാട്ടർ ഫ്രണ്ട് മാർക്കറ്റിലേക്ക്. അവിടുന്ന് നമ്മൾ കുറച്ച് മീറ്റും ഫിഷൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് പോയതാണ്. കുറച്ച് ഫ്രണ്ട്സൊക്കെ എന്നോട് ചോദിക്കാറുണ്ടായിരുന്നു എന്താ വീഡിയോസ് ഇടാത്തതെന്ന്. ഒരു സമയത്ത് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടാറുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് നിർത്തിയപ്പോൾ അവരൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ നിർത്തിയതെന്ന്. വേറെ ഒന്നുകൊണ്ടല്ല, മടി കൊണ്ട് തന്നെയാണ്. അപ്പോൾ എഡിറ്റ് ചെയ്യാനും വോയിസ് ഓവർ ചെയ്യാനും വേണ്ടിയിട്ടൊക്കെ ഉള്ളൊരു മടി കാരണം അതങ്ങനെ നീണ്ടു പോകുന്നതാണ്. അപ്പോൾ ഇനിയെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്. നടക്കുമെന്നൊന്നും അറിയില്ല. ഇൻഷാ അല്ലാഹ് ഞാൻ ട്രൈ ചെയ്യുന്നതായിരിക്കും അങ്ങനെ ഇടാൻ വേണ്ടിയിട്ട്. അങ്ങനെ മാർക്കറ്റിൽ വന്ന സ്ഥിതിക്ക് നമ്മളിവിടുന്ന് കുറച്ച് ഡേറ്റ്സും വാങ്ങിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ഫിഷും മീറ്റൊക്കെ വാങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. പെരുന്നാളിനേക്കുള്ള മീറ്റൊക്കെ ഇവിടെ നിന്നാണ് വാങ്ങിയത്. അങ്ങനെ നമ്മൾ വാട്ടർ ഫ്രണ്ട് മാർക്കറ്റിൽ നിന്ന് വിടാണ്, നേരെ റൂമിലേക്ക് പോകാനാണ് വിചാരിക്കുന്നത്. How was the day? Nice view. Nice view? Anything else? There's a metro station over there. There is a no, that's not a metro station. That's a bridge. Yeah. Really? Yeah. കാറിന്ന് വീഡിയോ ഓണാക്കിയ ടൈമിൽ തന്നെ ഞാൻ മറന്നുപോയി പാട്ടിൻ്റെ വോളിയം കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് കോപ്പിറൈറ്റ് അടിക്കുമെന്ന് അറിയില്ല. അടിക്കുകയാണെങ്കിൽ ആ സൈഡൊക്കെ മ്യൂട്ടായിട്ടാണ് ഉണ്ടാവുക. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോയി. വീട്ടിൽ പോയിട്ട് കുറേ നേരം റെസ്റ്റ് എടുത്തു. കാരണം നേരത്തെ തന്നെ ഇറങ്ങിയതായതുകൊണ്ട് നല്ല ചൂടുമാണ്, നല്ല ടയേർഡായിരുന്നു. നല്ല ചൂടാണ് ഇവിടെ ഇപ്പം. അതുകൊണ്ട് നല്ല ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ 3 പേരും. അതുകൊണ്ട് നമ്മൾ നല്ലോണം റെസ്റ്റൊക്കെ ചെയ്ത് ഈവനിങ് ഒക്കെ ആയപ്പം, ഈവനിങ് എന്ന് പറഞ്ഞാൽ ഒരു 7 o'clock ഒക്കെ ആയപ്പം ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി വന്നു, ഡിന്നറാക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് പെട്ടെന്ന് തന്നെ പണിയൊക്കെ തീർത്തിട്ട് കിടന്നുറങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം നാളെ ഈദ്ഗാഹിൽ പോകാനാണ് പ്ലാന്. മോനായതിൻ്റെ ശേഷം ഞാൻ ഇവിടുന്ന് അങ്ങനെ ഈദ്ഗാഹിൽ പോകാറില്ലായിരുന്നു. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ കുറച്ച് ദൂരമാണ് ഇവിടെയുള്ള ഈദ്ഗാഹ്. അപ്പം ദൂരം മാത്രമല്ല, അവിടെ നേരത്തെ തന്നെ പോയിട്ടില്ലെങ്കിൽ പാർക്കിംഗ് ഒന്നും കിട്ടില്ല. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ ഇറങ്ങണം. ഒരു 3:30 ഒക്കെ ആകുമ്പോൾ എണീറ്റിട്ട് മാറ്റി വേഗം ഇറങ്ങണം, എന്നാലേ ഉള്ളൂ പാർക്കിംഗ് ഒക്കെ കിട്ടുള്ളൂ. ആ ടൈമിലൊക്കെ ഇവനെ വിളിച്ചുണർത്താന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അവനെ വിളിച്ചാൽ അത്ര പെട്ടെന്നൊന്നും അവന് എണീക്കൂല. അതുകൊണ്ട് തന്നെ ഇവിടെ അടുത്ത് തന്നെയുള്ള പള്ളിയിലേനു ഷെഫുക്കൊക്കെ പോകാറുള്ളത്. അവിടുത്തെ പള്ളിയിലെ നിസ്കാരം എനിക്ക് ഇവിടെ കേൾക്കാൻ പറ്റുന്നതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് തന്നെ നിസ്കരിക്കലും ആയിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം കുറച്ചടുത്ത് തന്നെ 5 to 10 minutes ഡ്രൈവിൽ ആണ് ഈദ്ഗാഹ് ഉള്ളത്. അതുകൊണ്ട് ഇപ്രാവശ്യം എന്തായാലും പോകാമെന്ന് വിചാരിച്ചു. നേരത്തെ തന്നെ ഉറങ്ങിയാലേ ഉള്ളൂ കുട്ടികളെയൊക്കെ നേരത്തെ തന്നെ എണീപ്പിക്കാൻ പറ്റുള്ളൂ. എല്ലാ പ്രാവശ്യവും അതാണ് നമുക്ക് പറ്റുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ, പെരുന്നാളിൻ്റെ രാത്രി അവനെ നേരത്തെ ഉറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും വിട്ടുപോകും. അപ്പോൾ ഇപ്രാവശ്യം വേഗം ഫുഡൊക്കെ കൊടുത്തിട്ട് നേരത്തെ തന്നെ അവനെ ഉറക്കണം എന്നാണ് വിചാരിക്കുന്നത്. എന്നിട്ട് നമ്മളും വേഗം തന്നെ ഉറങ്ങിയിട്ട് പെട്ടെന്ന് എണീച്ച് ഫ്രഷായിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള ഡെസേർട്ടും ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ നല്ല കലപില കേൾക്കുന്നുണ്ടാവും. അത് വേറൊന്നുമല്ല, പെരുന്നാളായതുകൊണ്ട് തന്നെ നാട്ടിലേക്കും ഫ്രണ്ട്സിനെയും എല്ലാവരെയും വിളിച്ച് ഈദ് മുബാറക്കൊക്കെ പറയാണ്. പിന്നെ നമ്മളും കുറേ കഥയൊക്കെ പറയുന്നുണ്ട് ഇടയ്ക്ക് വെച്ചിട്ട്. ഇങ്ങനെ ഫെസ്റ്റിവൽ മോഡായാലും അങ്ങനെ സൈലൻസിൽ ഈസ്തെറ്റിക് ആയിട്ടുള്ള വീഡിയോ ഒക്കെ എടുക്കലെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ നമ്മളതായിട്ടുള്ള രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ബാക്കിൽ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്തെന്നുള്ളൂ.
അപ്പോൾ ഡിന്നറിന് കൂന്തൽ റോസ്റ്റാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇന്ന് മാർക്കറ്റിൽ പോയപ്പം നല്ല കൂന്തൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ കൂന്തൽ കൊണ്ട് ഫ്രഷ് ആയിട്ടുള്ള കൂന്തൽ കൊണ്ട് തന്നെ റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കൂന്തൽ റോസ്റ്റും നീർദോശയും ആണ് ഉണ്ടാക്കുന്നത്. പിന്നെ കുറച്ച് പൊറോട്ടയും വാങ്ങാമെന്ന് വിചാരിച്ചു. എല്ലാ പെരുന്നാളിനും ഈ ടൈമൊക്കെ ആകുമ്പോഴൊക്കെ നമ്മൾ പുറത്താണ് ഉണ്ടാവുക. ലാസ്റ്റ് ടൈം പർച്ചേസിന് വേണ്ടിയിട്ട് എപ്പോഴും പുറത്തായിരിക്കും. ഇത് ഫസ്റ്റ് ടൈമാണ് നമുക്ക് ഈ ടൈമിൽ ഇങ്ങനെ പർച്ചേസിങ്ങും കാര്യങ്ങളും ഒന്നും ഇല്ലാണ്ടിരിക്കുന്നത്. ലാസ്റ്റ് ടൈമായിട്ട് ഒന്നും ഇല്ലാണ്ടിരിക്കുന്നത്. കാരണം എല്ലാ പെരുന്നാളിനും എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ ഡ്രസ്സിൻ്റെതായാലും എന്തെങ്കിലും അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇത് നമ്മൾ ഇന്ന് നേരത്തെ തന്നെ ഇറങ്ങിയോണ്ട് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല സമാധാനം ഉണ്ടായിരുന്നു. കുറേ നേരം വീട്ടിൽ വന്ന് റെസ്റ്റൊക്കെ ചെയ്ത് എല്ലാവരും കൂടെ കൂടിയിട്ട് ഫുഡ് ഉണ്ടാക്കുക, ഫുഡ് കഴിക്കുക, നാട്ടിലേക്കൊക്കെ വിളിക്കുക. പെരുന്നാളിൻ്റെ തലേന്നാവുമ്പോൾ അങ്ങനെ വിളിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും ഫ്രണ്ട്സിനെയും നാട്ടിലേക്കൊക്കെ വിളിക്കുമ്പോഴൊക്കെ ഒരു പ്രത്യേക വൈബ് തന്നെയാണ് കിട്ടുക. അതൊക്കെ കഴിഞ്ഞ് ഞാൻ നാളത്തേക്കുള്ള ഡ്രസ്സൊക്കെ അയൺ ചെയ്ത് വെച്ചു. അത് കഴിഞ്ഞിട്ട് മൈലാഞ്ചി ഇട്ടു. മൈലാഞ്ചിക്ക് സാധാരണ ഞാൻ എല്ലാ പണിയും കഴിഞ്ഞ് 1-2 മണിയാകുമ്പോഴാണ് എപ്പോഴും മൈലാഞ്ചി ഇടാനിരിക്കാറുള്ളത്. ഇപ്രാവശ്യം അതും ഞാൻ നേരത്തെ തന്നെ തീർത്തു. അങ്ങനെ രാത്രി കഷ്ടപ്പെട്ട് മൈലാഞ്ചൊക്കെ ഇട്ടിരുന്ന്, പക്ഷേ റിസൾട്ട് ഇതാണ് കിട്ടിയത്. രാവിലെ എണീറ്റ് നോക്കുമ്പോൾ ലാസ്റ്റ് ടൈം യൂസ് ചെയ്ത് വെച്ചതിൻ്റെ ബാക്കിയായിരുന്നു യൂസ് ചെയ്തത്. അതിൻ്റെ ഡേറ്റ് കഴിഞ്ഞെന്ന് തോന്നുന്നു. ഒട്ടും ചോന്നിട്ടില്ല. എന്നാലും പ്രശ്നമില്ല. തീരെ ചോക്കാത്തതുകൊണ്ട് വലിയ പ്രോബ്ലം ഇല്ല. കുറച്ചെങ്കിലും കളർ ഉണ്ടായിരുന്നെങ്കിൽ കൈ നല്ല വൃത്തികേടായനെ. അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ ചെയ്ത് ഈദ്ഗാഹിലേക്ക് പോവുകയാണ്. അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞു. അവിടുന്ന് കുറച്ച് റിലേറ്റീവ്സിനെയൊക്കെ മീറ്റ് ചെയ്തു. പിന്നെ ഉപ്പൻ്റെ ബ്രദറും വൈഫും ഉണ്ടായിരുന്നു. അവരെയും കൂട്ടി. പിന്നെ ഓൾറെഡി നമ്മളെ കൂടെ ബ്രദർ ഇൻ ലോ ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പാർക്കിലേക്കാണ് കേട്ടോ പോയത്. കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്ക് നല്ല ചൂടായിരിക്കും. ഇപ്പം തന്നെ നല്ല ചൂടുണ്ട്. എന്നാലും വേഗം തന്നെ ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്ത് തീർക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് റൂമിൽ വന്ന് നാട്ടിലേക്കും കുറച്ച് റിലേറ്റീവ്സിനെയൊക്കെ വിളിച്ച് കുറച്ച് ടൈം അങ്ങ് പോയി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ബിരിയാണി ആക്കാൻ വേണ്ടി വന്നതാണ്. ഡെസേർട്ടൊക്കെ ഇന്നലെ ആക്കി വെച്ചോണ്ട് തന്നെ ഇന്ന് ബിരിയാണി മാത്രം ആക്കാനേ ഉള്ളൂ. അപ്പോൾ ഷെഫുക്ക കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ ബാക്കി പണിയൊക്കെ നോക്കുകയാണ്. സാധാരണ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് മുതൽ തന്നെ ഗസ്റ്റൊക്കെ ഉണ്ടാവാറുണ്ടായിരുന്നു സാധാരണ എല്ലാ പെരുന്നാളിനും. ഇപ്രാവശ്യം പിന്നെ ഈദ്ഗാഹിലൊക്കെ പോകുന്നതുകൊണ്ട് അതൊന്നും നടന്നിട്ടില്ല. ഈദ്ഗാഹിൽ പോകുന്ന സമയത്ത് രാവിലെ തന്നെ എണീറ്റ് ഫുഡൊന്നും ഉണ്ടാക്കൽ നടക്കില്ലല്ലോ. അതുകൊണ്ട് അതൊന്നും നടന്നില്ല. ഉച്ചക്കും ഗസ്റ്റൊന്നും ഇല്ല കാര്യമായിട്ട്. ഷെഫുക്കാൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. പിന്നെ ബ്രദർ ഇൻ ലോ നമ്മൾ കൂടെ തന്നെ ഉണ്ട്. പിന്നെ 2 നെയ്ബേഴ്സ് ഉണ്ട്. അവർക്കും കൊടുക്കാമെന്ന് വിചാരിച്ച ഫുഡ്. അപ്പോൾ അവർക്കൊക്കെ കൊടുക്കേണ്ടതുകൊണ്ട് തന്നെ നമുക്ക് നേരത്തെ തന്നെ ഫുഡ് റെഡി ആവണം. അവരൊക്കെ ഫുഡ് കഴിക്കുന്നതിൻ്റെ മുന്നേ തന്നെ കൊണ്ടു കൊടുക്കണമല്ലോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ബിരിയാണി റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ബിരിയാണി റെഡിയായി. നമ്മളും കഴിച്ചു, നെയ്ബേഴ്സിനും കൊടുത്തു. ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. ഒന്ന് ഈവനിങ് ഒക്കെ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഈവനിങ് ഒക്കെ ആയപ്പോൾ നമ്മൾ കോർഫക്കാനിലേക്ക് പോവാണ്. മോനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തെ വ്യൂസൊക്കെ. പക്ഷേ അവൻ ഉറങ്ങിപ്പോയി. അവനക്കതൊന്നും കാണാൻ പറ്റിയിട്ടില്ല. അങ്ങനെ നമ്മൾ കോർഫക്കാനിലെത്തി വാട്ടർഫോൾസൊക്കെ കണ്ടു. വാട്ടർഫോൾസിൻ്റെ അവിടെയൊക്കെ നല്ല തിരക്കാണ്. പെരുന്നാളായതുകൊണ്ട് തന്നെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. നല്ല റഷായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്ത് ബീച്ചിലും പോയിട്ട് കുറച്ച് നേരം ഇരുന്ന് അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അൽമദ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോയത്. അത് ഒമാനിൻ്റെ ബോർഡറിലാണ് ഈ സ്ഥലം വരുന്നത്. ഈ കാണുന്നത് അവിടുത്തെ ഒരു സ്ട്രീറ്റാണ്. നല്ല സ്ട്രീറ്റ് ഫുഡ്സൊക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണ്. നല്ല റേറ്റ് കുറവിൽ കുറേ സ്ട്രീറ്റ് ഫുഡ്സൊക്കെ കിട്ടുന്നുണ്ട്. സ്ട്രീറ്റ് ഫുഡ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് കബാബും അങ്ങനത്തെ ഐറ്റംസൊക്കെ ആണുള്ളത്. എല്ലാം 2 dirhams 4 dirhamsനൊക്കെയാണ് അധികം ഐറ്റംസ് ഉള്ളത്. അപ്പോൾ 2 dirhams 2.5 dirhamsനൊക്കെ അവിടെ കബാബ്സൊക്കെ കിട്ടുന്നുണ്ട്. കുറേ സ്റ്റോൾസ് ഉണ്ട് കേട്ടോ. അവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. എല്ലാ സ്റ്റോൾസിലും ഐറ്റംസും റേറ്റൊക്കെ ഏകദേശം സെയിം തന്നെയാണ്. മട്ടൻ കബാബ്, ചിക്കൻ കബാബ്, ബീഫ് കബാബ്, പിന്നെ ഫത്തായർ ഉണ്ട്. പല ടൈപ്പ് ഫത്തായർ ഉണ്ട്. ലുക്കീമ, പിന്നെ കാട, കല്ലുമ്മക്കായി, സീ ഫുഡ്സിൻ്റെ പല ഐറ്റംസ് അതൊക്കെ തന്നെയാണല്ലോ. എല്ലാത്തിനും നല്ല റേറ്റ് കുറവാണ് അവിടെ ഉണ്ടായത്.
നമ്മളവിടെ കുറേ നടന്ന് കുറച്ച് ഫുഡൊക്കെ ട്രൈ ചെയ്ത് തിരിച്ച് റൂമിലേക്ക് തന്നെ പോവാണ്. ഇതുവരെ പാടാത്ത പാട്ടൊന്ന് പാടുവാൻ ഞാനും കൊതിച്ചെന്റെ പെണ്ണാളെ. ഇതുവരെ പാടാത്ത പാട്ടൊന്ന് പാടുവാൻ ഞാനും കൊതിച്ചെന്റെ പെണ്ണാളെ. കിളിക്കൊത്ത കളിത്തോടൻ കിനാവ് കണ്ടിരിക്കുന്ന ഇതമൊത്ത കല്യാണ നാളിതിലായി. മനസ്സിന്റെ ഉള്ളിൽ നിന്നൊളിയുന്ന മാണിക്ക മണിമുത്ത് രാജാത്തി. മാനത്തുദിച്ചതോ മണ്ണിൽ മുളച്ചതോ ഏതാണി രാജാത്തി. കണ്ടാൽ കൊതി കൊണ്ട് കരള് തുടിക്കുന്ന കലമാൻ മിഴിയുള്ള കൈതപ്പൂ മണമുള്ള. കണ്ടാൽ കൊതി കൊണ്ട് കരള് തുടിക്കുന്ന കലമാൻ മിഴിയുള്ള കൈതപ്പൂ മണമുള്ള. അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഫീഡ്ബാക്ക്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതിന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അൺടിൽ ദെൻ ബൈ.